എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് സൂറ യൂനുസിലെ 43-ാമത്തെ ആയത്ത് മുതൽ 53-ാമത് കൂടിയ ആയത്താണ്. പേജ് നമ്പർ 214. ഇൻഷാ അല്ലാഹ്. ഞാൻ മൈമൂന. ഞാൻ അശ്വാൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومنهم من ينظر إليك أفأنت تهدي العمي ولو كانوا لا يبصرون. അവരിൽ നിന്നും ചിലർ നിന്നിലേക്ക് നോക്കുന്നവരുമുണ്ട്. എന്നാൽ അന്ധന്മാരെ അവർ കണ്ടറിയാതിരുന്നാലും നീ വഴി കാട്ടുമോ? ഇന്നല്ലാഹ ലാ യദ്ലിമുന്നാസ ശൈഅൻ വലാകിന്നന്നാസ അൻഫുസഹും യദ്ലിമൂൻ. നിശ്ചയമായും അള്ളാഹു മനുഷ്യരോട് ഒട്ടും തന്നെ അക്രമം പ്രവർത്തിക്കുകയില്ല. എങ്കിലും മനുഷ്യർ അവരുടെ സ്വന്തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കുന്നു. ويوم يحشرهم كأن لم يلبثوا إلا ساعة من النهار يتعارفون بينهم قد خسر الذين كذبوا بلقاء الله وما كانوا مهتدين. പകലിൽ നിന്നും ഒരു നാഴിക സമയം അല്ലാതെ അവർ മുമ്പ് കഴിഞ്ഞുകൂടിയിട്ടില്ലെന്നോണം അവരെ അവൻ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ദിവസം അവർ തങ്ങൾക്കിടയിൽ അന്യോന്യം അറിയുന്നതാണ്. അള്ളാഹുമായി കണ്ടുമുട്ടുന്നതിനെ വ്യാജമാക്കിയവർക്ക് നഷ്ടപ്പെട്ടുപോയി. അവർ നേർമാർഗം പ്രാപിച്ചവരായിരുന്നുമില്ല. وَإِمَّا نُرِيَنَّكَ بَعْضَ الَّذِي نَعِدُهُمْ أَوْ نَتَوَفَّيَنَّكَ فَإِلَيْنَا مَرْجِعُهُمْ ثُمَّ اللَّهُ شَهِيدٌ عَلَى مَا يَفْعَلُونَ. ഒരു പക്ഷേ അവരെ നാം താക്കീത് നൽകി വരുന്നതിൽ ചിലത് നാം നിനക്ക് കാണിച്ചു തരികയോ അല്ലെങ്കിൽ നിന്റെ ആത്മാവിനെ നാം പിടിച്ചെടുക്കുകയോ ചെയ്യുന്ന പക്ഷം, എന്നാൽ നമ്മിലേക്ക് തന്നെയായിരിക്കും അവരുടെ മടങ്ങി വരവ്. പിന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹു സാക്ഷിയായിരിക്കും. അപ്പോൾ അവൻ വേണ്ടത് ചെയ്തുകൊള്ളും. വലികുല്ലി ഉമ്മത്തിർ റസൂൽ فإذا جاء رسولهم قضي بينهم بالقسط وهم لا يظلمون. എല്ലാ ഓരോ സമുദായത്തിനും ഉണ്ടായിരിക്കും ഒരു റസൂൽ. അങ്ങനെ അവരുടെ റസൂൽ അവർക്ക് വന്നാൽ അവർക്കിടയിൽ നീതിമുറയനുസരിച്ച് കാര്യം തീരുമാനിക്കപ്പെടുന്നതാണ്. അവരാകട്ടെ അനീതി ചെയ്യപ്പെടുകയില്ല താനും. ويقولون متى هذا الوعد إن كنتم صادقين. അവർ അവിശ്വാസികൾ പറയുന്നു, എപ്പോഴാണ് ഈ വാഗ്ദത്തം നിറവേറൽ? നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. قل لا أملك لنفسي ضرا ولا نفعا إلا ما شاء الله لكل أمة أجل فإذا جاء أجلهم فلا يستأخرون ساعة ولا يستقدمون. പറയുക, എൻ്റെ സ്വന്തത്തിന് തന്നെ ഒരു ഉപദ്രവമാകട്ടെ ഒരു ഉപകാരമാകട്ടെ ഞാൻ അധീനമാക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ
എല്ലാ സമുദായത്തിനുമുണ്ട് ഒരു അവധി. അവരുടെ അവധി വന്നാൽ അപ്പോൾ അവർ ഒരു നാഴിക സമയം പിന്നോട്ട് പോവുകയാവട്ടെ മുന്നോട്ട് പോവുകയാവട്ടെ ചെയ്യുകയില്ല. قل أرأيتم إن أتاكم عذابه بياتا أو نهارا ماذا يستعجل منه المجرمون. പറയുക, കണ്ടുവോ, നിങ്ങളൊന്ന് പറയുവിൻ, രാത്രി സമയത്തോ പകലിലോ അവന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തിയെങ്കിൽ അതിൽ നിന്ന് ഏതൊന്നിനെയായിരിക്കും ഈ കുറ്റവാളികൾ ധൃതി കാണിക്കുക. أثم إذا ما وقع آمنتم به الآن وقد كنتم به تستعجلون. അത് സംഭവിച്ചാൽ പിന്നീടാണോ നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നത്? ഇപ്പോഴോ വിശ്വസിക്കുന്നത്? നിങ്ങൾ ഇതിനെ ഈ ശിക്ഷക്ക് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ എന്നായിരിക്കും അപ്പോൾ പറയപ്പെടുക. ثم قيل للذين ظلموا ذوقوا عذاب الخلد هل تجزون إلا بما كنتم تكسبون. പിന്നീട് അക്രമം പ്രവർത്തിച്ചവരോട് പറയപ്പെടും, നിങ്ങൾ ശാശ്വത ശിക്ഷ ആസ്വദിച്ചു കൊള്ളുവിൻ, നിങ്ങൾ പ്രവർത്തിച്ചത് സമ്പാദിച്ചിരുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുമോ. ويستنبئونك أحق هو قل إي وربي إنه لحق وما أنتم بمعجزين. നബിയെ, നിന്നോട് അവർ വർത്തമാനം അന്വേഷിക്കുന്നു, യഥാർത്ഥമാണോ അത് എന്ന് നീ പറയുക. ഓ, എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം, നിശ്ചയമായും അത് യഥാർത്ഥം തന്നെ, നിങ്ങൾ പിടിയിൽപ്പെടാതെ അശക്തരാകുന്നവരല്ലതാനും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.